ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായിരുന്നു കൊഞ്ചലും കൊഴയലും? ആൾത്തിരക്കിന്ന് നവീന് മാത്രമായി ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അവൾ അവിടുന്ന് മാറി നിന്നു. നവീനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഞാനാണെന്ന് കരുതിയാണല്ലോ നവീൻ ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് അവൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയില്ലേ? കൃഷ്ണയ്ക്ക് അങ്ങനൊരു തോന്നലില്ലെന്ന് കൃഷ്ണ പലതവണ പറഞ്ഞല്ലേ? ഹാ, പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷെ അവളുടെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരാഗ്രഹം കേറിയിട്ടുണ്ട്. അവള് നമ്മളെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? താലി കേട്ട് കഴിഞ്ഞാ അവള് മാറില്ല എന്നുള്ളതിന് എന്താ എത്ര ഉറപ്പ്? അല്ല ഗാഥ മാഡം, ഇങ്ങനെയൊക്കെ ചോദിച്ച ഹാ, ഉറപ്പില്ല. അത് തന്നെ. നവീൻ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് നവീൻ കെട്ടിയതാണെന്നും കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കാണെന്നും അവള് പറഞ്ഞാലേ എന്നെ ഇപ്പൊ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മറുപടി ഉണ്ടാവോ? എന്താ ഓ, അവളെ കുറിച്ചാ, ആ കൃഷ്ണയെ കുറിച്ച്. അവളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നവീന്റെ വീട്ടിൽ നടന്ന ചടങ്ങുകളുടെ കുഴപ്പമാണെങ്കിൽ അതിന്റെ കാരണക്കാരി ആരാ? വരരുതെന്ന് ഞാൻ വിലക്കിയിട്ടും നീ വന്നോണ്ടല്ലേ? വന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കാണാൻ കഴിഞ്ഞത്. അവരാരെങ്കിലും നിന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിലോ? അതോടെ തീരുമായിരുന്നല്ലോ എല്ലാം. മോളെ, നീ എന്താ കരുതിയിരിക്കുന്നേ? നമ്മൾ നടത്തിയ നാടകങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ അതെല്ലാം അങ്ങ് ക്ഷമിച്ച് നിന്നെ വിവാഹം കഴിക്കുന്നാണോ? ഒരിക്കലുമില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ പറന്ന പയ്യനാണ് നവീൻ. എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും അവൻ അതൊക്കെ പാലിക്കും. അവന്റെ കുടുംബത്തിന് താല്പര്യമില്ലാത്ത ഒരു വിവാഹം അവൻ കഴിക്കില്ല. നിന്റെ മനസ്സിലെ ആഗ്രഹം നടക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. ഒരാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ട് മുമ്പിൽ നിർത്തുക, അയാൾ പിടിക്കപ്പെടുവോ എന്ന് പേടിക്കുക. അപ്പോഴാണ് ഒളിഞ്ഞോട്ടായിട്ട് ഒരാള്. ഗാഥ, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. നിനക്ക് നിന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഈ വിവാഹം എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റോപ്പ് ആവും. അതിന്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. നവീനെ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. റിയലി സോറി. ഞാൻ കാരണം മമ്മി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? മമ്മിയുടെ സ്റ്റാറ്റസ്, സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ കാരണം. മോളെ കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചു ദിവസം കൂടി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തള്ളി നീക്കിയേ പറ്റൂ. അതിന് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണ്ടത് മോളുടെ ഭാഗത്തുനിന്ന് തന്നെയാ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല.